ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിന്ന് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ലീവ് എടുത്തിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരു മന്തി കഴിക്കാൻ വേണ്ടി പോകാനാണ്. ഞാനും ഉണ്ട്, ചീനും ഉണ്ട്. നമ്മൾ രണ്ടും കൂടെ ഒന്ന് പോകാൻ വേണ്ടി. ഇപ്പോൾ വന്ന ബാംഗ്ലൂരിൽ പുതിയതായിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തതാണ് സൂഫി മന്തി എന്ന് പറഞ്ഞിട്ട്. ഇതിന് മുന്നേ അവർക്ക് വേറെ ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട്, കോഴിക്കോടോ കേരളത്തിൽ ഉണ്ട് എന്തായാലും. അപ്പോൾ അവരിപ്പം പുതിയതായിട്ട് ഇവിടെ ബാംഗ്ലൂർ പുതിയ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് ഏതാണെന്നുള്ളതല്ല. അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണെന്നാണ് ഇങ്ങനെ പുറത്ത് പൊതുവെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അറിയില്ല, പരക്കെ പറിച്ചില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി ട്രൈ ആക്കി നോക്കാം. എന്നിട്ട് ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത് മാത്രം അത്രയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി. വണ്ടി എടുക്കുന്നത് ചീനോട് വണ്ടി ഓടിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ റോയൽ എൻഫീൽഡ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാൻ അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ്, സൂഫി മന്തി ചീന ഉണ്ട്. യെസ്, നമ്മൾ നമ്മുടെ സൂഫി മന്തിയുടെ അകത്തേക്ക് കയറാൻ പോകുകയാണ്. അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നമ്മളെന്തായാലും മുകളിലോട്ട് പോകാനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മേപ്പോട്ട് പോയി നോക്കാം. അടിപൊളിയാണ് ഇവിടുത്തെ മേളത്തെ വ്യൂ. ഓ എൻ്റെ മോനെ, ഇതാണ് അവരുടെ മെനുവും കാര്യങ്ങളൊക്കെ. ഇവർക്ക് കാലിക്കറ്റ്, അതുപോലെ തൃശ്ശൂർ, ഖത്തർ, ഇവിടെയൊക്കെ അവർക്ക് ഷോപ്പുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, കാലിക്കറ്റ്, തൃശ്ശൂരാണ് ഖത്തർ. കാലിക്കറ്റ്, തൃശ്ശൂർ, കൊച്ചി, ബാംഗ്ലൂർ, ഖത്തർ, ചില സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഇതാണ് അവരുടെ മെനുവും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്താ പറയുന്നത് ഫിഷിന് ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. ഫോട്ടോ എടുക്കാനാണ് ആംബിയൻസിൻ്റെ എൻ്റെ മോനെ. ഇതാണ് അവരുടെ ലോകം. ആ ഭാഗം അടിപൊളിയാണ്. ആ ഒരു സ്ഥലത്ത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താ ഓർഡർ ചെയ്യുന്നതെന്നുള്ളത് പറയും. നമുക്കൊരു സൂപ്പ് ഓർഡർ ചെയ്യാം. ആദ്യം സൂപ്പ് തന്നെ പറയാം. ആദ്യം സൂപ്പ് എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് മധുഫൂൺ പറയാം, ഒരു ചിക്കൻ മധുഫൂൺ ഒരു ക്വാർട്ടറും അഫ്ഗാനി അൽഫാം മന്തി ഒരു അഫ്ഗാനി അൽഫാം. ഓക്കെ, അപ്പം നമ്മൾ ചീന ഓർഡർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അടിപൊളി. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് വേണ്ട ഒന്നും പറയുന്നില്ല. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി കണ്ടറിയാം. സംഭവം കൊള്ളാം, ആംബിയൻസ് ആണെങ്കിലും എല്ലാം കൊള്ളാം. ചീനു, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ റിവ്യൂ പറയാനായിരിക്കും. അതെ, അപ്പം ഫുഡ് വരുമ്പോഴത്തേക്ക് ബാക്കി നമുക്ക് ഇതാക്കാം. ഇതാണ് അവരുടെ ഹിസ്റ്ററി എന്ന് തോന്നുന്നു. 2020 അവർ സ്റ്റാർട്ട് ചെയ്തത് പോലും. സൂഫി മന്തി ബിരിയാണി ആലുവ, കേരള. ആദ്യമായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തത് ആലുവയിലാണ്, ആദ്യത്തെ ഷോപ്പ്.
ഇതാണ് അവർ. പിന്നെ അവർ തൃശ്ശൂർ തുടങ്ങി, പിന്നെ കാലിക്കറ്റ് തുടങ്ങി. ജോയിൻ ദ സൂഫി മന്തി ഫാമിലി ആൻഡ് ഇവൻ ഫാറവേ ഖത്തറിലായി. പിന്നെ ചെറുക്കൻ പഠിക്കുന്നുണ്ട്, അടുത്ത എക്സാമിന് ഇതിന് കാര്യമായിട്ട് ഇത് പഠിക്കുന്നുണ്ട്. പഠിച്ചു കഴിയുമ്പോൾ പറയണേ, നമുക്ക് ഹിസ്റ്ററി എക്സാമിന് നമുക്ക് പോവാം. നമ്മുടെ സൂപ്പ് വന്നിട്ടുണ്ട് കഴിച്ച്. സൂപ്പ് എങ്ങനെയുണ്ട് നമുക്ക് ട്രൈ ആക്കാനുണ്ട്. കുറച്ച് പെപ്പർ ഇടുന്നു. സൂപ്പ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചീനുവിൻ്റെ ക്ലാസ്സാണ്. കുറച്ച് പെപ്പർ ഇടണം, എനിക്കറിയാം. എന്നിട്ട് നല്ലപോലെ അങ്ങ് ഇളകണം. നല്ലപോലെ മിക്സാക്കുക. എന്തെങ്കിലും എടുക്കാനുണ്ട്? അതിലൊരു ചിക്കൻ ഉണ്ട്, അത് പിന്നെ എടുക്കാം നമുക്ക്. ഇപ്പം തന്നെ എടുക്കണമെന്നില്ല. എപ്പിടി അടിച്ചുപൊളിയാണോ? ഓക്കെയാണോ? കുഴപ്പമില്ലാണോ? കൊള്ളൂലാണോ? ഇല്ല, കുഴപ്പമില്ല, നന്നായിട്ട്. കുഴപ്പമില്ല, നിന്നുണ്ട്. കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. നോക്കാം. ചീന് പറഞ്ഞുകൊണ്ട് നമുക്ക് പെപ്പറൊക്കെ ഇട്ടിട്ട് എടുത്തട്ടി അങ്ങോട്ട്. അത്രയല്ലോ. നമ്മുടെ അവന്മാരൊന്നും പൈസ ഒന്നുമില്ലല്ലോ. നമ്മളിവിടെ പെയ്ഡായിട്ട് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. നമ്മൾ വന്ന് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു തെണ്ടിയുടെ അഭിപ്രായത്തിൽ ആവശ്യമില്ല. കൊള്ളാതെ അത്രേ ഉള്ളൂ. നീ അങ്ങോട്ട് അടി ഉള്ളതുള്ള പോലെ പറയണം. കൊള്ളാം, അത്ര അടിപൊളി. നൈസ്. അപ്പോൾ ഞങ്ങളിതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് യമനി ക്യൂസീൻ. പക്ഷേ ഇവർക്ക് യമനിൽ ഹോബില്ലല്ലോ, ഖത്തറിലല്ലേ ഹോബുള്ളൂ. ഇവരെവിടെ നിന്ന് പോയി പഠിച്ചിരുന്നു? യമനിലുണ്ടായിരുന്നെങ്കിൽ യമൻ ഓക്കെ. യമൻ ക്യൂസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ലല്ലേ. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും യമനി ക്യൂസീൻ അങ്ങനെയാണെങ്കിൽ ചൈനീസ് ക്യൂസീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചൈനയിൽ ഉണ്ടാകണമെന്നുണ്ടാകും. ഈ അറബിക് ക്യൂസീൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അറേബ്യയിൽ അത്ര ഉണ്ടാവണമല്ലോ. ശരിയാണ്, മൈ ബാഡ്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മുടെ ദിസ് ഈസ് മധുഫോൺ. ഇതാണ് നമ്മുടെ മധുഫോൺ. ഇതാണ് ചിക്കൻ മധുഫോൺ. സൂഫി മന്തിയിലെ ചിക്കൻ മധുഫോൺ. അടിപൊളി സാധനം. ഞാൻ മധുഫോണൊക്കെ കഴിച്ചിട്ട് കുറേ. ഞാൻ പണ്ട് ഗൾഫിലായിരുന്നു. പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ കഴിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ട്രൈ ചെയ്യാലോ. അങ്ങനെ ഈടാളിയോ? കുറച്ച് ചോറിടാം. കോട്ടയണ കണ്ട ചോറൊരിക്കലും ചിക്കൻ്റെ മണ്ട ഇടാൻ പാടില്ലെന്നാണ് കാരണവന്മാർ പറഞ്ഞില്ലല്ലോ. അതെ പോരാ, അങ്ങനല്ലേ അവന്മാർ ചോറിട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ ചിക്കൻ വെക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മാനെ? ഇനി ശ്രദ്ധിച്ചോളാം. പൊട്ടി വന്നടാ നമുക്ക്. മോനെ സോഫ്റ്റാ, ഭയങ്കര സോഫ്റ്റാണ്. നമ്മളൊരു കാര്യം മറന്നു. മയോണൈസിലേക്കും കുഴപ്പമില്ല. അടിപൊളിയാ. സെറ്റ് താനാ. സെറ്റ് അടിപൊളിയാണ് ഷീന് പറയുന്നത്. ഇതും വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് പറഞ്ഞു അഫ്ഗാനിയാണത്. നമ്മൾ മന്തി റൈസ്, നോർമൽ മന്തി റൈസ് തന്നെയായിരിക്കും വരുന്നത്.
പക്ഷേ അഫ്ഗാനി കൊള്ളാം, നല്ല ഇതുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നൈസ് വേണം. ഇവിടെ സെക്കൻഡ് റൈസ് വന്നിട്ടുണ്ട്. കൊള്ളാം കഴിച്ച്, അടിപൊളി സാധനമാണ്. അതിൽ ഇത് നല്ല സ്പൈസിയാണ്. എന്തായിരുന്നു മധുഫൂൺ, ചിക്കൻ മധുഫൂൺ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസി ആയിട്ടുള്ള കഴിക്കാനാണ്. അവിടെ ഇതുവരെ നമ്മുടെ അഫ്ഗാൻ ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് അത് ട്രൈ ചെയ്യാനാണ്. കൊള്ളാം, അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മുടെ അഫ്ഗാനി ഇരിക്കുന്ന ഗൈസ് എടുത്ത് കഴിക്കാനേ തോന്നുന്നില്ല, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനേ തോന്നുന്നു. നല്ല ചന്തമുണ്ട്, നല്ല ചന്തമുണ്ട്, കഴിച്ചെടുക്കാൻ തോന്നുന്നില്ല. പ്രസൻറ്റേഷനൊക്കെ അടിപൊളി, സർവീസും പ്രസൻറ്റേഷനൊക്കെ അടിപൊളി. വരെ നമ്മുടെ മധുഫൂൺ കാലിയായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളിനി അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ സാധനത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ എൻ്റെ മോനെ സീരിയലാണ്. ഭയങ്കര ജ്യൂസിയാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ആക്കിയാണ്. അതാണ് അഫ്ഗാനി. എങ്ങനെയുണ്ട്? അടിപൊളി സാധനം, മസ്റ്റ് ട്രൈ. സോസാണ് സീന്. സോസ് അടിപൊളിയാണ്. മോനെ ഒന്നും പറയാം ഗൈസ്. അപ്പം നമ്മൾ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയില്ല, നിരാശപ്പെടുത്തിയില്ല. സാധനം ഉണ്ട്, അത്രയും ദൂരം വന്ന് കഴിക്കാനുള്ള ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഒരു 47-48 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ ഇവിടെ വന്നത്. പിന്നെ അടിപൊളി സാധനമാണ്, നൈസാണ്, കഴിച്ച് നോക്കണം. ബാംഗ്ലൂരുള്ളവരൊക്കെ വന്ന് ട്രൈ ചെയ്തു. നഹദിയെക്കാട്ടിയും കുറച്ചും കൂടെ തിരക്ക് കുറവാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. രണ്ടും ഒന്നിനൊന്ന് വെച്ചോണം. ഇത് നഹദിയുടെ ഒരു പോരായ്മ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര റഷാണ്. നമുക്ക് പോയ ഉടനെ സീറ്റ് കെട്ടത്തൊന്നും ഇതിന് കഴിക്കാനോ ഒരു ഇതൊന്നും കാണത്തില്ല, കുറച്ച് നേരം നിൽക്കേണ്ടിയൊക്കെ വരും. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സിറ്റി തന്നെ ഈ സൈഡിലോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വരുന്നതിനും കുറച്ചുകൂടെ നല്ലത്. കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും രണ്ടും ടേസ്റ്റുണ്ട്, ടേസ്റ്റില്ലാന്നല്ല. സൂഫി ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല, ഞാൻ ആദ്യമായിട്ടാണ് സൂഫിന്ന് കഴിക്കുന്നത്. അത് കൊള്ളാം, നൈസായിട്ടുണ്ട്. അപ്പം ബാംഗ്ലൂർ ഈ വൈറ്റ് ഫീൽഡ് ഈ സൈഡിലോട്ടുള്ളവരൊക്കെ റൈസ് വേണം, ഈ സൈഡിലോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് കഴിക്കുക. റൈസൊക്കെ അൺലിമിറ്റഡ് ആണ്. എന്താ പറയുക, അല്ല ഈ സൈഡിലുള്ളവരാണ് ഇവിടെ കഴിക്കണത് കുറച്ചുകൂടെ ബെറ്റർ. ഞങ്ങൾ ഇവിടുന്ന് ഈ ബന്നാറഘട്ടയിൽ നിന്ന് മരുവാള വരെ എത്തണം. മടിവാള പിന്നെ എപ്പോഴും ബ്ലോക്ക് ഇതെല്ലാം കഴിഞ്ഞാൽ എത്തുമ്പോഴത്തേക്ക് ഒരു സമയമാകും. അതിനെക്കാട്ടിയുണ്ട് ഇവിടെ തന്നെ അത്യാവശ്യം ഒരു 2-3 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ ഇനി ബാക്കിലോട്ടൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. നൈസ് പാർക്കിങ് ഒക്കെ ഉണ്ട്, നോക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം കഴിക്കുക. എല്ലാം ട്രൈ ചെയ്തിട്ട് ഏതാണ് അടിപൊളി സാധനം വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും കമൻറ്റ് ചെയ്യാം. നമ്മൾ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും മസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ ബൈ. നമ്മൾ ബിൽ പേ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പം എല്ലാവരും വരിക, ട്രൈ ചെയ്യുക. ഇതാണ് നമ്മുടെ സൂഫി മന്തി. നൈസ് ആംബിയൻസാണ്, ഓക്കെയാണ്. എത്രയായി? 645. നമുക്ക് ബില്ല് അറൗണ്ട് ആയിരിക്കുന്നത് 645 ആണ്. കുഴപ്പമില്ല.
അപ്പോൾ 240 340 350 ചിക്കൻ. ചിക്കൻ മരിഫോൺ. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള റേറ്റ്. 140 രൂപയാണ് നമുക്ക് സൂപ്പിനായിട്ടുള്ളത്. കൊള്ളാം. എന്താണ് ചീനു, സെറ്റല്ലേ? ഓക്കെ അല്ലേ? കഴിച്ച ഫുഡിനുള്ളതുണ്ട്. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് പൈസ ഇപ്പോൾ കൊടുക്കുന്നതിന് നമുക്കൊന്നും തോന്നത്തില്ല. അതന്നെ, ഒന്നും പറയാൻ തോന്നുന്നില്ല. കാരണം നല്ല ഫുഡാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. ടേസ്റ്റുള്ള ഫുഡ് എവിടെ കിട്ടുമെന്ന് നോക്കി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ബെസ്റ്റ് ഓപ്ഷനാണ്. കണ്ടപ്പോഴത്തേക്കും ഞാനും വിചാരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രീമിയം സെറ്റപ്പൊക്കെ ആയിരിക്കും. മീൻസ് ഭയങ്കര കുറച്ചും കൂടെ ടാക്സും GST എല്ലാം കൂടെ കൂട്ടി ഒരു റൗണ്ട് ഫിഗറൊക്കെ ആക്കി ഒരു വലിയ എമൗണ്ട് വരും. കത്തിയായിരിക്കും എന്നാണ് ആദ്യം കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത്. ഒരു കത്തിയായിരിക്കും എന്നാണ് തോന്നിയത്. പക്ഷേ ഓക്കെയാണ്. അല്ല, ഒരിക്കലും കത്തി ഒന്നല്ല, എല്ലാം ഉണ്ട്. പോരാത്തതിന് ഒരു ആവറേജ് റേറ്റ് ഉണ്ടല്ലോ. അതായത് അതിൻ്റെ യൂഷ്വൽ മന്തിക്ക് വരുന്ന ആവറേജ് റേറ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, ചുമ്മാ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിങ്ങനെ ചുമ്മാ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് തന്നെ, തൃശ്ശൂരിലെ ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങളിത് കഴിച്ചത്. പക്ഷേ കോഴിക്കോടുള്ളത് നല്ല ടേസ്റ്റാണെന്ന് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോടുള്ള സൂഫി മന്തി അടിപൊളിയാണ്, അവിടുത്തെ ടേസ്റ്റ് അടിപൊളിയാണ് എന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പം നിങ്ങൾ മന്തി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ തിരിച്ചു പോകണം. ഇപ്പം നല്ല മഴക്കോളൊക്കെ ഉണ്ട്. നമ്മൾ സ്കൂട്ടറിലും കൂടെയാണ് വന്നത്. പറ്റിയാലും MG റോട്ടിൽ പോകണം. ഇനിയിപ്പോൾ രാത്രി ഷിഫ്റ്റ് കൂടെ ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റാണിപ്പോൾ. നൈറ്റ് ഷിഫ്റ്റാണ് ചെക്കൻ. എന്നിട്ടും രാവിലെ ഈ സമയത്ത് കിടന്ന് ഉറങ്ങേണ്ടതാണ്. ഞാനിപ്പോൾ പണിക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായാലും ഉറക്കം വരുന്നിട്ടുണ്ടാകും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എണീക്കത്തൊക്കെ ഉള്ളൂ. അതിപ്പോൾ ആരായിരുന്നാലും, ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റുള്ള ആരായിരുന്നാലും പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല ടയേർഡൊക്കെ ആയിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് നൈറ്റ് ഷിഫ്റ്റ് പോയിട്ട് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നൈറ്റ് ഒരു ഈവനിങ് 6-7 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഏരിയയിലൊക്കെ ഭയങ്കര തണുപ്പും കൂടെയാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ അല്ലേ ശരി? എന്തായാലും സെറ്റ് മിസ്സാ അത്ര തന്നെ. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത കണ്ടന്റുമായി അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.